കോട്ടയം തിരുവാതുക്കലിൽ ഇരട്ട കൊലപാതകം. വൃദ്ധ ദമ്പതികൾ വീടിനുള്ളിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ. മരിച്ചത് വിജയകുമാർ, ഭാര്യ മീര എന്നിവരാണ്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗൂഗിൾ രമേശാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ഗൂഗിൾ, എപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? പോലീസ് എന്തൊക്കെയാണ് പറയുന്നത്? പിന്നില് അല്പസമയം മുമ്പാണ് ഈ ദമ്പതികളെ ഇത്തരത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായത്. കോട്ടയം തിരുവാതുക്കലിലെ വീട്ടിനുള്ളിൽ നിന്നാണ് ദമ്പതികളുടെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ വീട്ടുജോലിക്കായി എത്തിയിട്ടുള്ള ജോലിക്കാരി വീട് തുറന്നപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ ദമ്പതികളെ കണ്ടെത്തുകയുണ്ടായത്. തിരുവാതുക്കൽ സ്വദേശികളായിട്ടുള്ള വിജയകുമാർ, ഒപ്പം വിജയകുമാറിന്റെ ഭാര്യ മീര എന്നിവരെയാണ് ഇത്തരത്തിൽ രക്തം വാർന്ന നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുണ്ടായത്. തുടർന്ന് വീട്ടുകാരി വിവരം അറിയിച്ചതനുസരിച്ച് നാട്ടുകാരും അതോടൊപ്പം തന്നെ അതിനുശേഷം പോലീസും എത്തിയാണ് തുടർ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ദമ്പതികളുടെ ദേഹത്ത് വലിയ മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മുഖത്തടക്കം മുറിവുകളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ പോലീസ് എത്തിയിരിക്കുന്നത്. ഒപ്പം ആ പരിസരത്ത് നടത്തിയിട്ടുള്ള പരിശോധനയിൽ നിന്ന് ചില ആയുധങ്ങൾ, കോടാലിക്ക് സമാനമായിട്ടുള്ള ചില ആയുധങ്ങളും കണ്ടെടുക്കാനായിട്ട് പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കൊലപാതകമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് നിലവിൽ ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും മൃതദേഹം അവിടെ നിന്ന് മാറ്റുന്നുണ്ടാവുക. കോട്ടയത്തെ ഒരു വ്യവസായി കൂടിയായിട്ടുള്ള വിജയകുമാറാണ് ഇത്തരത്തിൽ മരിക്കുകയുണ്ടായത്. ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് ഈ വിജയകുമാർ എന്ന് പറയുന്ന ആള്. എന്താണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത്, ആരാണ് ചെയ്തത് എന്നത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മോഷണ ശ്രമത്തിനിടെയാണോ കൊലപാതകം നടന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ സംശയം നിലവിൽ പോലീസിനുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. എന്തായാലും വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തിയിട്ട് മേൽ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഉടൻ തന്നെ പൂർത്തിയാകുമെന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷമായിരിക്കും മൃതദേഹം മാറ്റുന്നുണ്ടാവുക, പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റുന്നുണ്ടാവുക. ഇവരുടെ ബന്ധുക്കളെയൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ മാത്രമാണ് ഇപ്പോൾ ആ ഭാഗത്ത് ഉള്ളത്. ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിവരം അറിയിച്ചിട്ടുള്ളതായിട്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഗോകുൽ, ഈ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിന് തൊട്ടടുത്താണല്ലോ ഈ ഇരുനില വീടുള്ളത്. ആ ദൃശ്യങ്ങളിൽ അത് കാണാം, അമ്പലം കാണാം, തൊട്ടടുത്ത ആ വീട് കാണാനാകുന്നുണ്ട്. വാഹനത്തിന്റെ മുമ്പിൽ പോർച്ചിൽ ഒരു വാഹനം നിർത്തിയിട്ടത് കാണാനാവുന്നുണ്ട്. ഈ വൃദ്ധ ദമ്പതികൾ ഒറ്റയ്ക്കാണോ അവിടെ താമസം? ഇവരുടെ മക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉൾപ്പെടെ അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ താമസം? ഗോകുൽ, നിലവിൽ അവർ ഇരുവരും ഒറ്റയ്ക്കാണ് താമസം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബന്ധുക്കളും മക്കളും ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ല. വീട്ടുജോലിക്കാരി മാത്രമാണ് ഇവരോടൊപ്പം ആ വീട്ടിൽ ഉണ്ടാകാറുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ ജോലിക്കാരി വന്ന് നോക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം കണ്ടതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മക്കളടക്കമുള്ള ബന്ധുക്കൾ എവിടെയാണെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിവരം ലഭ്യമായിട്ടില്ല. നിലവിൽ ഈ വീട് പുറത്തുനിന്നും പൂട്ടി അകത്തേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. മാധ്യമങ്ങളടക്കം അങ്ങോട്ടേക്ക് കടത്തിവിട്ടിട്ടില്ല. അതിനുശേഷം മാത്രമേ എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം അറിയുകയുള്ളൂ. ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് പോലും ഇവരുടെ കൂടുതൽ വിവരങ്ങൾ അറിയുമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരൊക്കെ ഈ വിവരം ഇന്ന് പുലർച്ചെയാണ് അറിഞ്ഞത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബന്ധുക്കളെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ബാക്കി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ പോലീസിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം ഈ വിഷയത്തിൽ നമുക്ക് ലഭ്യമാകുകയുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുന്നത്. ബിനിൽ, ഗൂഗിൾ, ഈ ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് മരിച്ച വിജയകുമാർ എന്ന് പലവിധങ്ങളിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഈ വ്യക്തി ഉൾപ്പെടെ എന്താണ്, വ്യവസായിയാണോ അല്ലെങ്കിൽ ബിസിനസ് ഉൾപ്പെടെയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ? എന്താണ് ഇവർ ചെയ്തിരുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? ഗൂഗിൾ തുടരുക. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോട്ടയം MLA നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഈ വാർത്താ ദിനത്തിൽ ആദ്യം പുറത്തു വരുന്നത്. തിരുവാതുക്കലിൽ ഇരട്ടക്കൊലപാതകം ഉണ്ടായിരിക്കുന്നു. ഒരു വൃദ്ധ ദമ്പതികൾ വീടിനുള്ളിൽ രക്തം വാർന്ന് മരിച്ച നിലയിലാണ്. താങ്കൾക്ക് അറിയുന്ന കുടുംബമാണോ ഇത്? നന്നായിട്ട് അറിയാവുന്ന കുടുംബമാണ്. ശ്രീ വിജയകുമാറിനെ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. വളരെ സമാധാനപരമായി ജീവിക്കുന്ന ആളുകളാണ്. അതിന് ശത്രുക്കൾ ആരും ഉള്ളതായിട്ട് ഇതുവരെ പുറത്തൊന്നും വന്നിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ആളുകൾ അന്തം വിട്ടിങ്ങനെ കാത്തിരിക്കുകയാണ്. തിരുവഞ്ചൂർ, ഈ കുടുംബം ഒരു 2 നില വീട്ടിൽ താമസിക്കുന്നു. അവർ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവരുടെ കുടുംബം, ബന്ധുക്കൾ, മക്കൾ ഉൾപ്പെടെ എവിടെയാണെന്ന് അറിയാമോ? ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം വരാതെ ഉള്ളൂ. അപ്പോ അവർ രണ്ടാളും മാത്രമാണ്, ആ കുടുംബത്ത് മാത്രമല്ല. സ്വാഭാവികമായിട്ടും ഒരു ഏജ് കഴിയുമ്പോഴേക്കും കുട്ടികളെല്ലാം പുറത്ത് പോകുന്ന ഒരു സാധാരണ സംഭവമാണ് നമ്മുടെ. ഇവരും അതുപോലെ തന്നെ അവരും അവിടെ താമസമാണ്. പക്ഷെ വളരെ സമാധാനകാംക്ഷികൾ, യാതൊരു പ്രശ്നത്തിനും പുറത്താരുമായിട്ട് ഇടപെട്ട് ഇതിന് പോകുന്ന ആളുകളല്ല.
എന്താ സംഭവിച്ചത് എന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്തിയേ മതിയാകൂ. തിരുവഞ്ചൂർ, എന്നെ കേൾക്കാമെങ്കിൽ താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചെറിയൊരു തടസ്സം രേഖപ്പെടുന്നുണ്ട്. ഈ കോട്ടയത്ത് ഒരു ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അതിന്റെ ഉടമയാണല്ലോ ഇദ്ദേഹം, അല്ലേ? ഓക്കെ, അദ്ദേഹവുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ട്. അദ്ദേഹം യാത്രയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയാവുന്ന ഒരു കുടുംബമാണ്. തീർത്തും സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന, മറ്റു ശത്രുക്കൾ ഉള്ളതായി ഒന്നും അറിയാത്ത ഒരു കുടുംബമാണ്. എന്താണ് സംഭവിച്ചത് എന്ന പ്രാഥമിക വിവരം മാത്രമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ലഭിച്ചിട്ടുള്ളൂ. എന്തായാലും പോലീസ് ഉൾപ്പെടെ അവിടെ കർശനമായ പരിശോധനകൾ നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ്, കോട്ടയം തിരുവാതുക്കൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.